57ാമത് സ്കൂൾ കലോത്സവ ഉദ്ഘാടന ചടങ്ങുകൾ കണ്ണൂരിൽ പുരോഗമിക്കുകയാണ്. കലോത്സവത്തിന്റെ വരവറിയിച്ച് നഗരത്തിൽ വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. കെ ലതീഷ് ചേരുകയാണ്. ലതീഷ്, വർണ്ണാഭമായ ഘോഷയാത്രയും നിറപ്പകിട്ടാർന്ന ഉദ്ഘാടന ചടങ്ങുകളുമാണ് കണ്ണൂർ ഒരുക്കിവെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഘോഷയാത്ര പൂർണ്ണമായും ഇപ്പോഴും പ്രധാന വേദിയായ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഘോഷയാത്ര ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും പ്രൗഢഗംഭീരമായ ഉദ്ഘാടന സമ്മേളനം കടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. സ്വാഗതഗാനം 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വരവറിയിച്ച് കണ്ണൂർ ജില്ലയിലെ 57 സംഗീത അധ്യാപകർ ചേർന്ന് അവതരിപ്പിച്ച സ്വാഗത ഗാനമാണ് അല്പം മുമ്പ് വേദിയിൽ അരങ്ങേറിയത്. ഇതിന്റെ ദൃശ്യാവിഷ്കാരവും ഇവിടെ നടക്കുകയുണ്ടായി. ഇനി ഉദ്ഘാടന സമ്മേളനമാണ് കേണ്ടിയിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തി 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തിരി തെളിയിക്കും. പിന്നണി ഗായിക KS ചിത്രയാണ് ഈ സമ്മേളനത്തിലെ മുഖ്യാതിഥി. സംസ്ഥാനത്തെ മന്ത്രിമാർ, MP മാർ, MLA മാർ, മറ്റ് ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, അതിന്റെ മേധാവികൾ ഉൾപ്പെടെയുള്ള പ്രൗഢഗംഭീരമായ ഒരു വേദി തന്നെയാവും ഉദ്ഘാടന സമ്മേളനം. സദസ്സിലും വലിയ തോതിലുള്ള ജനപങ്കാളിത്തം കൊണ്ട് സദസ്സും ശ്രദ്ധേയമാണ്. ഇപ്പോഴും കലോത്സവ നഗരിയിലേക്ക്, പ്രധാന വേദിയായ നിളയിലേക്ക് സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 6 മണിയോടുകൂടി ഉദ്ഘാടന വേദി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്നാൽ ഉദ്ഘാടനം അല്പം വൈകുന്നു എന്നുള്ളതിനാൽ 6 മണിയോടുകൂടി തന്നെ പ്രധാന വേദിയിൽ മോഹിനിയാട്ട മത്സരം നടക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ മറ്റു 8 വേദികളിൽ 6 മണിയോടുകൂടി തന്നെ മത്സരങ്ങൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഒന്നാം വേദിയിൽ ഉദ്ഘാടനം സമ്മേളനം നടക്കുന്ന നിളയിൽ മോഹിനിയാട്ടത്തോടുകൂടിയാണ് അരങ്ങുണരുക. മറ്റു വേദികളിൽ കുച്ചിപ്പുടിയും ഭരതനാട്യവും തിരുവാതിരക്കളിയും പഞ്ചവാദ്യവും അക്ഷരശ്ലോകവും അതേപോലെ തന്നെ കഥകളി, ചവിട്ടുനാടകം കൂടാതെ സംസ്കൃതോത്സവത്തിന്റെ ഭാഗമായുള്ള ചമ്പു പ്രഭാഷണം എന്നീ മത്സരങ്ങളാണ് 9 ഇനങ്ങളിലുള്ള മത്സരങ്ങളാണ് ഇന്ന് നടക്കേണ്ടത്. ഈ മത്സരങ്ങൾ മറ്റു വേദികളിൽ നടക്കാനുള്ള ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മത്സരാർത്ഥികൾ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി വേദികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു വേദികളിൽ ഒന്നാം നിലയിൽ ശേഷം മോഹിനിയാട്ടം കൂടി അരങ്ങുണരും. ലതീഷ്, റിഹേഴ്സൽ സമയത്ത് തന്നെ ആളുകൾ കാണാനായി എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ണൂരിൽ നിന്ന് കണ്ടിരുന്നത്. എത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങുകളിലും ഘോഷയാത്രയിലും? ഉദ്ഘാടന ചടങ്ങുകളിൽ എന്ന പോലെ തന്നെ, ഘോഷയാത്രയിൽ എന്ന പോലെ തന്നെ ഉദ്ഘാടന ചടങ്ങിലും ഉദ്ഘാടന നഗരി നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഘോഷയാത്ര ഇനിയും പൂർണ്ണമായും ഒന്നാം വേദിയായ നിളയിലേക്ക്, പോലീസ് മൈതാനിയിലെ നിളയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ഇതുകൂടി എത്തുന്നതോടുകൂടി ഒന്നാം വേദി പൂർണ്ണമായും ജനസാഗരമാകും എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വലിയ തോതിലുള്ള ജനപങ്കാളിത്തം. കുടുംബസമേതം കണ്ണൂരിലേക്ക് കലയെ സ്നേഹിക്കുന്ന കണ്ണൂരുകാർ 10 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാനായി പ്രധാന വേദിയായ നിളയിലേക്കും അതേപോലെ തന്നെ ഇന്ന് മത്സരങ്ങൾ നടക്കുന്ന മറ്റു വേദികളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. വാഹന ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടാണ് നഗരത്തിൽ 2 മണിക്കൂറോളം നീണ്ട ഘോഷയാത്ര ഇവിടെ ഒന്നാം വേദിയായ നിളയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കുറച്ചു ഭാഗം കൂടി ഇതിന്റെ ഘോഷയാത്രയുടെ അവസാന ഭാഗങ്ങളാണ് ഇനി ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം വേദിയിൽ നിളയിൽ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് സ്വാഗതഗാനത്തിന് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. ലതീഷ്, ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കിയാണ് കലോത്സവത്തിൽ. പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു കലോത്സവം ഉദ്ഘാടന ചടങ്ങുകളിൽ ഉൾപ്പെടെ അതിൽ ആ ഒരു രീതി പ്രതിഫലിച്ചിട്ടുണ്ടോ? ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായി നടപ്പാക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാർഗം എന്ന പ്രത്യേകതയാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ളത്. പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം
നിലനിർത്തുക എന്നതായിരുന്നു ഈ ഘോഷയാത്രയുടെ തന്നെ മുദ്രാവാക്യം. അത്തരത്തിലുള്ള ഫോട്ടോകളും അതേപോലെ തന്നെ കലാരൂപങ്ങളും ആണ് കുട്ടികളും അതേപോലെ തന്നെ കലാകാരന്മാരും ഈ ഘോഷയാത്രയിൽ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി സജീവമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ മേൽനോട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്ലാസ്റ്റിക്കുകൾ ഈ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും വന്നു വീഴുകയാണെങ്കിൽ അവ പ്രത്യേകം സ്ഥലത്ത് സംഭരിക്കാനും അത് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കുടുംബശ്രീയെ ഉൾപ്പെടെ സഹകരിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക, ഒപ്പം പരിസ്ഥിതി സൗഹൃദമാക്കുക ഈ വലിയ കലാമേളയെ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഹരിത നയം പൂർണ്ണമായും പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുകളുമാണ് ഇതിന് ചുമതലപ്പെടുത്തിയ ആളുകളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ തുടർച്ച ഉദ്ഘാടന സമ്മേളനത്തിലും അതേപോലെ തന്നെ വരും ദിവസങ്ങളിലെ കലോത്സവ വേദികളിലും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഒന്നാം വേദിയിൽ നിളയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലതീഷ്, ഘോഷയാത്ര പൂർണ്ണമായും പ്രധാന വേദിയിലേക്ക് എപ്പോഴായിരിക്കും എത്തിച്ചേരുക? ഏതാനും സമയത്തിനകം തന്നെ ഘോഷയാത്ര എത്തിച്ചേരും. കുറഞ്ഞ ഭാഗം കൂടെ ആണ് ഇനി പ്രധാന വേദിയായ നിലയിലേക്ക് വരാനുള്ളതെന്നാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ഘോഷയാത്ര ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ സമയം ഇനി ഘോഷയാത്ര നീണ്ടു നിൽക്കില്ല. എങ്കിലും മറ്റ് ആളുകളും പുറത്ത് ഘോഷയാത്ര കാണാൻ റോഡിന് ഇരുഭാഗത്തും തടിച്ചുകൂടിയ ആളുകൾ കൂടി ഈ മത്സരങ്ങൾ കാണുന്നതിനായി വേദികളിലേക്ക് എത്തേണ്ടതുണ്ട്. അവരെത്തുന്നതോടുകൂടി വലിയൊരു ജനസഞ്ചയം തന്നെ പ്രധാന വേദിയിൽ എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള പ്രൗഢഗംഭീരമായ ഒരു വേദിയാണ് ഉദ്ഘാടന സമ്മേളനത്തിനായി സാക്ഷ്യം വഹിക്കുക. സദസ്സിലും വലിയ തോതിലുള്ള ജനപങ്കാളിത്തം എടുത്തു പറയേണ്ടത് തന്നെയാണ്. കണ്ണൂരിന്റെ കലാ പാരമ്പര്യം അതേപോലെ തന്നെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സ്. മുഖ്യമന്ത്രി ഇപ്പോൾ വേദിയിലേക്ക് കയറുകയാണ്. മന്ത്രിമാരുണ്ട്. സ്ഥല MLA-യും മന്ത്രിയുമായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, അതേപോലെ തന്നെ CK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രി വേദിയിലേക്ക് എത്തുന്നു. ഒപ്പം കണ്ണൂരിന്റെ MP-മാർ, കണ്ണൂരിൽ നിന്നുള്ള MP-മാർ, MLA-മാർ, മറ്റ് മേയർ, കണ്ണൂരിന്റെ മേയർ, പ്രഥമ മേയർ EP ലത, കോർപ്പറേഷൻ ആയ ശേഷം നടക്കുന്ന ഏറ്റവും വലിയ കലാമാമാങ്കത്തെ അല്ലെങ്കിൽ ഏറ്റവും വലിയ പൊതുപരിപാടിയെ വലിയ വിജയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടുകൂടി വിപുലമായ ഒരുക്കങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥല MLA-യും മന്ത്രിയുമായ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെയുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ ഉൾപ്പെടെ ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നതിനുള്ള സമയം അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥാവും ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനാവുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തി 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിക്കും. ലതീഷ്, ഫ്ലോട്ടുകളുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ കണ്ണൂരിന്റെ തനിമ വിളിച്ചോതുന്ന തരത്തിലുള്ള ഫ്ലോട്ടുകളായിരുന്നോ കൂടുതലും ഉണ്ടായിരുന്നത്? തെയ്യവും അതേപോലെ തന്നെ കണ്ണൂരിന്റെ തന്നെ പ്രാദേശികമായ അല്ലെങ്കിൽ കണ്ണൂരിന്റെ തനത് കലാരൂപങ്ങളും ഈ ഘോഷയാത്രയിൽ അണിനിരന്നിരുന്നു. ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അല്പസമയത്തിനകം തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുക. KS ചിത്ര മുഖ്യാതിഥിയാകും. പുഷ്പത്തെ സ്വീകരിക്കൂ,
പ്രാർത്ഥനാ പുഷ്പത്തെ സ്വീകരിക്കൂ, പ്രാർത്ഥനാ പുഷ്പത്തെ സ്വീകരിക്കൂ. അൻപത്തിയേഴാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക പരിപാടികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യമായി സ്വാഗത ഭാഷണത്തിനായി കലോത്സവ സംഘാടക സമിതി ചെയർമാനും തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയും കണ്ണൂരിന്റെ നിറസാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സമുദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിൽ സാക്ഷ്യം വഹിക്കാനാണ് നമ്മളെല്ലാം ഇവിടെ സമാഗതരായിട്ടുള്ളത്. ഈ മഹാസമ്മേളനവും കേരള സ്കൂൾ കലോത്സവ പരിപാടികളും ഉദ്ഘാടനം ചെയ്യാൻ സമാഗതനായത് നമ്മുടെ എല്ലാം അഭിമന്യനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. ഞാൻ അദ്ദേഹത്തെ വിനയപുരസ്സരം ആദ്യമായും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. വിശിഷ്ടാതിഥിയായി ഇവിടെ സമാഗതയാകുന്നത് മുഖവരാവശ്യമില്ലാത്ത പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി കെ എസ് ചിത്രയാണ്. ഏതാനും സമയത്തിനുള്ളിൽ അവരെ ഇവിടെ എത്തിച്ചേരും. ഉപഹാര സമർപ്പണ കർമ്മം നിർവഹിക്കാൻ സമാഗതയായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈലജ ടീച്ചറാണ്. ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതഗാന സംവിധാനത്തിന് ഉപഹാര സമർപ്പണ കർമ്മം നിർവഹിക്കാൻ സമാഗതനായത് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരനാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഘോഷയാത്രാ വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണ കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആശംസകൾ നേരാൻ സമാഗതരായിട്ടുള്ള ബഹുമാന്യരായ നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. അവർക്കൊന്നും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖവരാവശ്യമില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കളും പ്രമുഖരായ ജനപ്രതിനിധികളുമാണ്. കണ്ണൂരിന് തന്നെ പ്രതിനിധി കൂടിയായ ശ്രീമതി ടീച്ചർ MP, ബഹുമാനപ്പെട്ട മേയർ കുമാരി പി ലത, ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന EP ജയരാജൻ MLA, ശ്രീ KC ജോസഫ് MLA, C കൃഷ്ണൻ MLA, TV രാജേഷ് MLA, ജെയിംസ് മാത്യു MLA, ശ്രീ KM ഷാജി MLA, ശ്രീ AN ഷംസീർ MLA, സണ്ണി ജോസഫ് MLA, ബഹുമാനപ്പെട്ട MP CP കരുണാകരൻ, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KK രാഗേഷ് MP, ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന റിച്ചാർഡ് ഹേ MP തുടങ്ങിയിട്ടുള്ള ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KV സുമേഷ്, ജില്ലാ കലക്ടർ മീർ മുഹമ്മദ് അലി IAS, ഡോക്ടർ J പ്രസാദ്, ഡോക്ടർ AP കുട്ടികൃഷ്ണൻ, ശ്രീമതി ഷാഹിന മൊയ്തീൻ, അഡ്വക്കേറ്റ് ലിഷ ദീപക്, കുമാരി അർഷാന VV തുടങ്ങിയിട്ടുള്ള ജനപ്രതിനിധികൾ, ഇവിടെ സ്വാഗത ഗാനം ആലപിച്ച കലാപ്രതിഭകൾ, രക്ഷാകർത്താക്കൾ, സംഘാടക സമിതിയുടെ ഭാരവാഹികൾ, വകുപ്പ് മേധാവികൾ, കോർപ്പറേഷൻ കൗൺസിലർമാർ, മറ്റു ജനപ്രതിനിധികൾ, അധ്യാപക സംഘടനാ നേതാക്കന്മാർ, മാധ്യമപ്രവർത്തകർ, വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള
വിവിധ വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാർ, രക്ഷാകർത്താക്കൾ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ KV മോഹൻദാസ് IAS ആണ്. ഈ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഞാൻ ഏറെ സന്തോഷത്തോടുകൂടി സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗത പ്രസംഗം തികച്ചും ഔപചാരികമാണ്. കൂടുതൽ വാക്കുകൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല എന്നെനിക്കറിയാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കാണ് നാം എല്ലാം ഇവിടെ കാതോർത്തിരിക്കുന്നത് എന്നെനിക്കറിയാം. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് കേരള സ്കൂൾ കലോത്സവം കണ്ണൂരിലേക്ക് വീണ്ടും ആഗതമാകുന്നത്. കലാസാംസ്കാരിക രംഗത്തെ അത്യന്താധുനികമായ മാറ്റങ്ങൾക്ക് ശേഷം ഇന്ന് ഇവിടെ സമാരംഭിക്കുന്ന ഈ കലോത്സവം അനുഭവങ്ങൾ കൊണ്ടും അനുഭൂതികൾ കൊണ്ടും അനർഘമായ ഒരു നിധിയായി തീരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. കണ്ണൂരിൻ്റെ കലാസാംസ്കാരിക ചൈതന്യം, ഉത്ബുദ്ധമായ രാഷ്ട്രീയ ബോധം ഉൾപ്പെടെ ഈ കലോത്സവ പരിപാടികൾ സ്വീകരിക്കാൻ സന്നദ്ധരായ ജനങ്ങളുടെ ജനകീയ പങ്കാളിത്തത്തിൻ്റെ ആത്മഹർഷമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ ഞാൻ കഴിഞ്ഞത്. ഇന്നലെ സന്ധ്യാനേരത്ത് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളോ പ്രചരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ പതിനായിരങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നത്. കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി ജനങ്ങൾ ഇതിനെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് സെൻറ്റ് മൈക്കിൾസ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ചുള്ള നമ്മുടെ ഘോഷയാത്ര വാസ്തവത്തിൽ ഇരുവശങ്ങളിലും കാത്തിരുന്ന ജനസഞ്ചയത്തെ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. അക്ഷരാർത്ഥത്തിൽ അഭൂതപൂർവമായ ജനമുന്നേറ്റമാണ്, ജനകീയ സഹകരണമാണ്, ജനവിശ്വാസമാണ്. കലാസാംസ്കാരിക ബോധം ഉത്ബുദ്ധമാക്കുന്ന കണ്ണൂരിൻ്റെ ഹൃദയസ്പന്ദമാണ് തെരുവീഥികളിലൂടെ ഞങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞത്. ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങളും അതിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. ഞാൻ മറ്റു കാര്യങ്ങൾക്കൊന്നും കടന്നു പോകുന്നില്ല. ഒരു സ്വാഗത പ്രസംഗത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധമാണ് നമ്മുടെ സ്വാഗത ഗാനം ഇവിടെ ആലപിക്കപ്പെട്ടത്. അതിൻ്റെ വരികളിലൂടെ ഉന്നീതമാക്കപ്പെട്ട സന്ദേശം ഈ വർത്തമാനകാലത്തിന് അനിവാര്യമായ സന്ദേശമാണ്. മതസാഹോദര്യത്തിൻ്റെ, മതസഹിഷ്ണുതയുടെ, മതേതര ബോധത്തിൻ്റെ ഉത്കൃഷ്ടമായ ഭാവഗീതമായിരുന്നു ആ വരികളിൽ. ആ വരികളിലൂടെ ഇവിടെ അനാവരണം ചെയ്യപ്പെട്ട നൃത്ത ശില്പങ്ങൾ വാസ്തവത്തിൽ അതിനേക്കാൾ മനോഹരമായിരുന്നു. അവരുടെ ഭാവനകളും നൃത്യങ്ങളും മതസൗഹാർദ്ദത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ മഹനീയത വിളംബരം ചെയ്യുന്ന അവരുടെ പദവിന്യാസങ്ങൾ ഈ കണ്ണൂരിൻ്റെ മഹിതോജ്വലമായ പാരമ്പര്യത്തെ പ്രകാശിതമാക്കിക്കൊണ്ട് ആ ഗാനനിർച്ചരിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട വാക്കുകൾക്കപ്പുറത്ത് ഞാനൊന്നും സ്വാഗത ഭാഷ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം മാത്രം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നവകേരള സൃഷ്ടിക്കായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ മുന്നേറ്റത്തിൻ്റെ പ്രയാണത്തിൽ ഞങ്ങൾ പങ്കാളികളാകുകയാണ്. ഈ മഹാമേള നവകേരള മിഷൻ്റെ പ്രഖ്യാപനം തലസ്ഥാന നഗരിയിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനോടനുബന്ധമായിട്ടാണ് ഹരിത കേരളത്തിൻ്റെ പ്രഖ്യാപനം. ആ ഹരിത കേരളത്തിൻ്റെ പ്രഖ്യാപനം സാർത്ഥകമാക്കാനുള്ള പ്രതിജ്ഞയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത്. പ്ലാസ്റ്റിക്കിൽ നിന്നും വിമോചനം ആഗ്രഹിക്കുന്ന, അഴുക്കിൽ നിന്നും അഴകിലേക്ക് എന്ന മുദ്രാവാക്യം സാർത്ഥകമാക്കുന്ന സന്ദേശം അങ്ങനെ ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഇന്നലെ ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന കുട്ടികളെ ഞങ്ങൾ സ്വാഗതം ചെയ്തത്, റെയിൽവേ സ്റ്റേഷനിൽ സ്വാഗതം ചെയ്തത് കണ്ണൂരിൻ്റെ സൃഷ്ടിയായ ഉൽപ്പന്നമായ കൈത്തറി ഷോളുകളെ അണിയിച്ചുകൊണ്ടാണ്. ഒപ്പം തന്നെ കൈത്തറിയുടെ ബാഗുകളും സംഭാവന ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഈ സന്ദേശം, നമ്മുടെ വർത്തമാനകാലത്തിന് ആവശ്യമായ സന്ദേശം, ഹരിത കേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഉത്ബുദ്ധമായ ശംഖധ്വനിയാണ് ഈ നമ്മുടെ ഈ കലോത്സവ പരിപാടിയുടെ ഇവിടെ പ്രഖ്യാപിതമാകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തലസ്ഥാന നഗരിയിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള നവകേരള മിഷൻ്റെയും ഹരിത കേരളത്തിൻ്റെയും പ്രഖ്യാപനങ്ങൾ സാർത്ഥകമാക്കാൻ അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ അതിശക്തമായ നേതൃസിദ്ധി കൊണ്ട് കേരളത്തെ ഐശ്വര്യപൂർണ്ണമാക്കാനുള്ള പ്രയാണത്തിൽ
ഈ മഹാസമ്മേളനവും ഈ കലോത്സവവും തീർച്ചയായും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഞങ്ങളുടെതെല്ലാം. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയാതെ ഒരിക്കൽ കൂടി ഈ മഹാസമ്മേളനവും ഈ മഹാകലോത്സവവും ഏഷ്യയിലെ ഏറ്റവും പ്രമുഖമായ പ്രബുദ്ധമായ ഉത്ബുദ്ധമായ സമ്മേളനം, 12,000 കലാകാരന്മാർ ഉൾക്കൊള്ളുന്ന മഹാസമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിച്ചുകൊണ്ട്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കേരളത്തിൻ്റെ സംഗീതധ്വനിയായി നമ്മുടെ സാഹിത്യരംഗത്തും അതുപോലെ കലാരംഗത്തും ആലാപന രംഗത്തും അതിവിശിഷ്ടമായ സംഭാവന നൽകുന്ന KS ചിത്ര എന്ന സഹോദരിയെ നിങ്ങൾക്കെല്ലാം വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട്, ഇവിടെ സമാഗതരായിട്ടുള്ള ജനപ്രതിനിധികൾ, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, ഇവിടെ മറ്റ് ജനപ്രതിനിധികളും ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ, സംഘടനാ നേതാക്കന്മാർ, ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി ഈ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും സ്വാഗത സംഘത്തിന് വേണ്ടി ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട്, നിങ്ങൾക്കെല്ലാം ഉണ്ടാകുന്ന ചെറുതും വലുതുമായ അസൗകര്യങ്ങൾ സദയം പൊറുക്കണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. സാങ്കേതിക ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ കണ്ണൂരിന് അല്പം ചില പരിമിതികളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ കണ്ണൂരിൻ്റെ മനസ്സ് ഈ പറയുന്ന സാങ്കേതിക ഭൗതിക സൗകര്യങ്ങളുടെ പരിമിതിയേക്കാൾ ഏറെ പ്രവിശാലമാണ് എന്നതുകൊണ്ട് തന്നെ നെഞ്ചിലേറ്റിയ കണ്ണൂരിൻ്റെ സൗഹൃദവും സ്നേഹവും സദയം സ്വീകരിച്ചുകൊണ്ട്, ഞങ്ങളുടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാം സഹകരണവും സൗമനസ്യവും പിന്തുണയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഈ മഹാസംരംഭത്തിൻ്റെ പേരിൽ ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി സർ. ഈ ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കുന്നതിനും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനും സാരഥ്യം വഹിക്കുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ശ്രീ C. രവീന്ദ്രനാഥ് അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, സ്വാഗതം ആശംസിച്ച സംഘാടക സമിതിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, വിശിഷ്ട അതിഥി എല്ലാവരുടെയും പ്രിയങ്കരിയായ പിന്നണി ഗായിക ശ്രീമതി KS ചിത്ര, അൻപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ സർഗശേഷി വികസിപ്പിക്കുവാനുള്ള അവസരമായിട്ടുമാണ് ഈ ഉത്സവത്തെ കാണേണ്ടത്. അങ്ങനെ മുൻകാലങ്ങളിൽ ഇത്തരം വേളകളിലുണ്ടായ പല പ്രശ്നങ്ങളും ഒഴിവാക്കിക്കൊണ്ട് കലാസ്വാദനത്തിൻ്റെ ഏറ്റവും ഉയർന്ന വേദിയായി ഈ ഉത്സവത്തെ കാണേണ്ടതുണ്ട്. പഠനം പോലും ഉത്സവമാക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അവിടെ ഈ മത്സരങ്ങൾ ഒഴിവാക്കി പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനത്തോടെ സ്വയം വളരുക എന്ന ആ സങ്കല്പം അർത്ഥപൂർണമാക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഒരു ഉത്സവം ആയി കണ്ട് ഇതിൽ പങ്കെടുക്കുന്നവർ വിജയിക്കുന്നുവോ തോൽക്കുന്നുവോ എന്നതൊന്നും ഒരു പ്രശ്നമായി കണക്കാക്കാതെ തങ്ങളുടെ പ്രതിഭ ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കുന്നതിന്, കഴിവ് തെളിയിക്കുന്നതിന് അവസരമായിട്ട് ഇതിനെ കണ്ട് യഥാർത്ഥ ഉത്സവത്തിൽ പങ്കെടുത്ത പ്രതീതി ഉണ്ടാക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.
അതുപോലെ തന്നെ ഈ കലോത്സവം ഹരിത കലോത്സവമായിട്ട് മാറണം എന്നും സർക്കാർ ആഗ്രഹിക്കുകയാണ്. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഈ വലിയ ഉത്സവം 20 വേദികളിലായി നടക്കുന്ന ഈ വലിയ ഉത്സവം നടക്കുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നിയമങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ട് ഈ മഹോത്സവം വിജയിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും അത് ഉൾക്കൊള്ളണം എന്ന ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗമില്ലാതെ ഈ ദിവസങ്ങളിലെല്ലാം ഈ മഹോത്സവം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമാകും. മണ്ണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത ശാസ്ത്രം പലതവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മണ്ണിൽ പ്ലാസ്റ്റിക് കലരുന്നു എന്നുള്ളതാണ്. മണ്ണിനെ പുനർജനിപ്പിക്കുക എന്ന നവോത്ഥാന ആശയം കൂടി ഇതിലുണ്ട് എന്നതാണ് പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം. അതുകൊണ്ട് ഈ കലോത്സവത്തെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹരിത കലോത്സവമാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കണമേ എന്നൊരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി മാറ്റങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നവംബറിൽ പ്രഖ്യാപിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുവാനുള്ള ജനകീയ പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് ആരംഭം കുറിക്കുന്നത്, സംസ്ഥാന തലത്തിൽ ആരംഭം കുറിക്കുന്നത് ജനുവരി 27-നാണ്. കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ആരംഭം കുറിക്കേണ്ടതുണ്ട്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് തിരുവനന്തപുരത്ത് മലയങ്കീഴ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. അന്ന് ഒരു സ്കൂളിലേക്ക് കടന്നു വരാവുന്ന എല്ലാവരെയും സ്കൂളിലെത്തിച്ച് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നു. ആ വിദ്യാലയങ്ങളിൽ പഠിച്ച എല്ലാ കുട്ടികളെയും ജനകീയമായി സംരക്ഷിക്കുന്ന ആശയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രതിജ്ഞ ചൊല്ലേണ്ടതായിട്ടുണ്ട്. വിജയമാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന ഒരു ആശയവും തുടർന്ന് വികസിപ്പിക്കേണ്ടതുണ്ട്. ഇതിലെല്ലാം പല മാറ്റങ്ങളും സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കും. ഇത്തരത്തിലുള്ള കലോത്സവങ്ങളിൽ അടുത്ത വർഷം പല മാറ്റങ്ങളും ഉദ്ദേശിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളെല്ലാം തുടർന്ന് ഫെബ്രുവരി മാസത്തിൽ തന്നെ ആരംഭിക്കും. ഇപ്പോൾ തന്നെ ഈ വേദികളിൽ നിരവധി പുതുമകൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുവാൻ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നുണ്ട്. മുൻപുണ്ടായ പല അനുഭവങ്ങളും ഇവിടെ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തിലാണ് വിധി നിർണയമടക്കം വളരെ ശാസ്ത്രീയമായി മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെയും അക്കാദമിക് മേഖലയെയും അക്കാദമിക് ഇതര മേഖലയെയും കായിക മേഖലയെയും അടിമുടി മാറ്റിയെടുത്ത് ലോകത്തിൻ്റെ മുന്നിൽ വീണ്ടും കേരളം അനന്യമായ വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ പ്രദേശമാണ് എന്ന ആശയം പുനഃസ്ഥാപിക്കുവാൻ പുനഃപ്രതിഷ്ഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനൊപ്പം എന്തിനുമപ്പുറം എല്ലാം മറന്ന് കേരളത്തിൽ എല്ലാവരും ഒപ്പമുണ്ടാകണമേ എന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി സാർ. ഇനി 57ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഉദ്ഘാടന കർമ്മം. നവകേരള മിഷനിലൂടെ കേരളത്തിന്റെ സമഗ്രമായ മാറ്റത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിത്വം, ഭരണകാര്യങ്ങളിലെ ദൃഢത എന്നും ഉറപ്പുവരുത്തുന്ന ഭരണാധികാരി, ഇച്ഛാശക്തിയോടെ കേരളത്തെ നയിക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു.
കേൾക്കൂലേ? കേൾക്കുമല്ലോ അല്ലേ? എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ലേ? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, എല്ലാവരുടെയും അനുവാദത്തോടെ 57ാമത് സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കട്ടെ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 250ഓളം ഇനങ്ങളിലാണ് ഇവിടെ മത്സരം നടക്കുന്നത്. ഈ ഇനങ്ങളിൽ 12,000-ലേറെ വിദ്യാർത്ഥികൾ മത്സരിക്കാനുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്കൂൾ, സബ് ജില്ല, റവന്യൂ ജില്ലാ തലങ്ങളിലെ മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയം വരിച്ചവരാണ് ഇവിടെ മാറ്റുരക്കുന്നത്. വിവിധങ്ങളായ കലാസാഹിത്യ ഇനങ്ങളിൽ മിടുക്ക് തെളിയിച്ച് ഇവിടെ എത്തിയ എല്ലാ പ്രതിഭകളെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. എല്ലാവർക്കും മികച്ച പ്രകടനം നടത്തുവാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. അധ്യക്ഷൻ പ്രസ്താവിച്ച പോലുള്ള ഒരു മത്സരമായിരിക്കണം നമുക്കിവിടെ കാഴ്ചവെക്കാൻ കഴിയുന്നത്. കണ്ണൂർ 4ാം തവണയാണ് സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യം വഹിക്കുന്നത്. ഇത് നേരത്തെ പ്രസ്താവിച്ചതുപോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേള എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കണ്ണൂരിലേക്ക് വീണ്ടും ഈ കലാമേള എത്തുമ്പോൾ അതിന് ഒട്ടേറെ സവിശേഷതകൾ ഉണ്ട്. കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മേളയായിരിക്കും ഇത്. മത്സരങ്ങൾ നടക്കുന്ന വേദികൾക്കെല്ലാം ഇത്തവണ കേരളത്തിലെ നദികളുടെ പേരുകൾ നൽകിയത് അഭിനന്ദനാർഹമായ കാര്യമാണ്. നദികൾ കലയും സാഹിത്യവും സമ്പുഷ്ടമാക്കപ്പെടുന്ന സംസ്കാരവാഹിനികൾ കൂടിയാണ്. നദികളുടെ പേരുകൾ വേദികൾക്ക് നൽകിയത് തന്നെ ഏറ്റവും ഉചിതമായ നടപടിയാണ്. സാങ്കേതിക വിദ്യ ഏറെ മുന്നേറിയ കാലമാണിത്. അതിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കി എന്നതും ഈ കലോത്സവത്തിൻ്റെ സവിശേഷതയാണ്. രജിസ്ട്രേഷൻ മുതൽ ഫലപ്രഖ്യാപനവും സർട്ടിഫിക്കറ്റുകളുടെ അച്ചടിയും വരെ ITET സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് നിർവഹിക്കപ്പെടുന്ന ഹൈടെക് കലോത്സവമാണിത്. കണ്ണൂരിലെ എല്ലാ മേളകൾക്കും ഒരു പ്രത്യേകതയുണ്ടാകാറുണ്ട്. അതിലേറ്റവും സവിശേഷമായ കാര്യം ഏറ്റവും വലിയ ജനകീയത ഉറപ്പുവരുത്തുന്നു എന്നതാണ്. കലയെയും സാഹിത്യത്തെയും ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ഈ നാട്ടുകാരുടെ അഭൂതപൂർവമായ പിന്തുണ പരാതികളും വിവാദങ്ങളുമില്ലാതെ ഈ മേള ഭംഗിയായി സംഘടിപ്പിക്കുന്നതിന് വലിയ കരുത്താകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മികച്ച പിന്തുണ നൽകി ഈ മേളയെ നെഞ്ചേറ്റുന്ന
കണ്ണൂരിലെ പ്രബുദ്ധ ജനതയെ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. പഠന പ്രക്രിയക്ക് പുറത്തുള്ള ഒരു സംഗതിയാണ് കലാസാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങളെന്ന കാഴ്ചപ്പാട് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. സമഗ്രമായ ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന പുതിയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനനുസൃതമായാണ് നമ്മുടെ കരിക്കുലവും സിലബസും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കേവലമായ വൈജ്ഞാനിക വികാസം മാത്രമല്ല, മറിച്ച് കുട്ടിയുടെ കലാപരവും കായികവുമായ കഴിവുകൾ ഉൾപ്പെടെ വ്യക്തിത്വത്തിൻ്റെ സർവതലസ്പർശിയായ വളർച്ചയും വികാസവുമാണ് വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ അനിവാര്യമായ ഭാഗമാണ് കലാസാഹിത്യ പ്രവർത്തനങ്ങളും അവയുടെ സമ്മേളനമൊരുക്കുന്ന മേളങ്ങളും. LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയും സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെയുമുള്ള മത്സരങ്ങൾ, അവയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് കടന്നു പോവുകയാണ്. ഇതുവഴി നേടുന്ന വ്യക്തിത്വ വികാസം ഭാവിയിലെ യഥാർത്ഥ പൗരന്മാരെ വളർത്തിയെടുക്കാൻ ഉപകരിക്കുന്ന ഒന്നാണ്. എന്നാൽ കലാസാഹിത്യ പ്രവർത്തനങ്ങളുടെ ഈ വിദ്യാഭ്യാസപരമായ ധർമ്മം വിസ്മരിച്ചു പോയാൽ അത് ഇവയുടെ ലക്ഷ്യങ്ങളെ പരാജയപ്പെടുന്നതിന് തുല്യമാകും. പങ്കെടുക്കുന്നവരുടെ കലാപരമായ കഴിവുകളുടെ യഥാതഥമായ പ്രകാശനം എന്നതിനപ്പുറം അനാരോഗ്യകരമായ മത്സരത്തിൻ്റെയും പണക്കൊഴുപ്പിൻ്റെയും പ്രകടനമായി കലോത്സവ വേദികൾ മാറുന്നുവെന്ന ആക്ഷേപം ചിലർ നേരത്തെ ഉന്നയിക്കാറുണ്ട്. അത്തരം പരാതികൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ബോധപൂർവം സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഗ്രേഡിംഗ് സമ്പ്രദായം ആവിഷ്കരിച്ചത്. കലാപ്രതിഭ, കലാതിലകങ്ങൾ ഇതുപോലുള്ള പട്ടങ്ങൾ ഒഴിവാക്കിയത് അതിൻ്റെ ഭാഗമായാണ്. മാനുവലുകൾ പരിഷ്കരിച്ചതും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. എന്നാൽ ഇപ്പോഴും അത്തരം ആക്ഷേപങ്ങൾ അവിടെയായി ഉയർന്നു വരാറുണ്ട്. വിവിധ തലങ്ങളിലായി നടന്ന ഈ വർഷത്തെ കലോത്സവങ്ങളുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം വിവാദങ്ങളും പരാതികളും ഒഴിവാകണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ പ്രക്രിയ എന്നതിലുപരി നമ്മുടെ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന വലിയൊരു ധർമ്മം കൂടി കലോത്സവം നിർവഹിക്കുന്നു എന്നത് നാം കാണാതിരിക്കരുത്. കേരളത്തിൻ്റെ നിരവധിയായ തനത് കലകൾ, നാടൻ കലകൾ ഈ മേളകളിൽ മത്സര ഇനങ്ങളിൽ വരികയാണ്. അന്യഥാ അന്യം നിന്നു പോകുമായിരുന്ന അത്തരം കലകളുടെ പുനരുജ്ജീവനത്തിന് മത്സര ഇനങ്ങളായി ഇവ വരുന്നത്
ഏറെ സഹായകരമാണ്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലന പ്രക്രിയയിലൂടെ വിവിധ ഇനങ്ങളിൽ പ്രാവീണ്യം നേടി കലോത്സവങ്ങളിൽ വിജയികളാകുന്നവർ ആ രംഗത്തെ പ്രഗത്ഭ കലാകാരന്മാരും കലാകാരികളുമായി മാറുന്ന ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കാലത്തെ മഹാഗായകർ, മഹാനടന്മാർ, മികച്ച നർത്തകർ, സംഗീതജ്ഞർ, എഴുത്തുകാർ, ചിത്രകാരന്മാർ, നാടൻ കലാരംഗത്തെ പ്രഗത്ഭർ, ഇവരെല്ലാം ഉൾപ്പെടെ നിരവധി പേർ യുവജനോത്സവ വേദികളിലൂടെ കടന്നു വന്നവരാണ് എന്നത് ഇതിൻ്റെ പ്രസക്തി ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അതേസമയം ഇതിൽ നിന്ന് വിഭിന്നമായി മത്സരരംഗത്ത് തിളങ്ങിയ പലരും പിന്നീട് ആ മേഖലയിൽ കാര്യമായി മുന്നോട്ട് പോകാത്ത സ്ഥിതിയുണ്ടെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഓരോ ഇനങ്ങളിലും മത്സരം ലക്ഷ്യമിട്ട് മാത്രമല്ല പരിശീലനം നേടുന്നത്, മത്സരിച്ച് വിജയിക്കാൻ വേണ്ടി മാത്രമല്ല പരിശീലനം നേടുന്നത്, മറിച്ച് തങ്ങൾ പരിശീലിക്കുന്ന രംഗങ്ങളിൽ, ഇനങ്ങളിൽ വലിയ കലാകാരന്മാരായി മാറാനും ആ രംഗത്ത് മികച്ച സംഭാവന ചെയ്യാനും കഴിഞ്ഞാലേ ഈ മേളകൾ കൊണ്ടുള്ള പൂർണ്ണ പ്രയോജനം നാടിന് ലഭിക്കുകയുള്ളൂ. കലോത്സവത്തിൽ മത്സരിക്കുന്ന ഓരോരുത്തരും ഈ ലക്ഷ്യം മനസ്സിൽ സൂക്ഷിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. സമൂഹത്തിൻ്റെ പുരോഗതിക്ക്, പുരോഗമന മുന്നേറ്റങ്ങൾക്ക് എന്നും ചാലകശക്തിയായി നിൽക്കുന്നവരാണ് കലാകാരന്മാരും എഴുത്തുകാരും. എന്നാൽ അത്തരം സമീപനങ്ങൾ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലം കൂടിയാണിത്. ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാതലായ അംശമാണ്. പക്ഷേ അത് തടയപ്പെടുന്ന സാഹചര്യം നാട്ടിൽ വളർന്നു വരുന്നത് നാം കാണാതിരിക്കരുത്. തങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് പ്രകാശിപ്പിക്കുന്ന എഴുത്തുകാരൻ എഴുത്ത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത് നാം കാണുകയാണ്. തങ്ങൾക്ക് ഹിതകരമല്ലാത്ത സൃഷ്ടികൾ നടത്തുന്ന ചിത്രകാരനും ചലച്ചിത്രകാരനും രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നതും നാം കാണുകയാണ്. തങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത പാട്ടുകാരനെ ഇവിടെ പാടാൻ അനുവദിക്കില്ല എന്നാക്രോശിക്കുന്നതും നാം കാണുകയാണ്. തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ചിന്തകൾ പങ്കുവെക്കുന്നവരുടെ ജീവൻ തന്നെ കവർന്നെടുക്കുന്നതും നാം കാണുകയാണ്. ഇതെല്ലാം മഹത്തായ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കലാണ് എന്ന് നാം തിരിച്ചറിയണം. ഫാസിസത്തിൻ്റെ പിൻവാതിൽ പ്രവേശനം ഇതിൻ്റെയെല്ലാം പിന്നിൽ അടങ്ങിയിരിക്കുന്നുവെന്നതും നാം ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ദാബോൽക്കറും ഗോവിന്ദ് പൻസാരയും കൽബുർഗിയും, രാജ്യം വിടേണ്ടി വന്ന എം.എഫ്. ഹുസൈനും, ഇവിടെ പാടാൻ വേദി നിഷേധിക്കപ്പെട്ട ഗുലാം അലിയും, എഴുത്തു നിർത്തേണ്ടി വന്ന പെരുമാൾ മുരുകനുമൊക്കെ നേരത്തെ പ്രസ്താവിച്ച ഭീഷണികൾക്ക് ഇരയായവരാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചലച്ചിത്രകാരനായ
കമൽ ഉൾപ്പെടെ പലരും ഈ ഭീഷണികളെ നേരിടുന്നു. ആദരണീയനായ MT അടക്കം ആക്ഷേപിക്കാൻ തയ്യാറാകുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം തടയുന്നവർക്കെതിരെയുള്ള മറുപടി എല്ലാ സർഗാവിഷ്കാരങ്ങളും കൂടുതൽ ശക്തിയോടെ കൂടുതൽ ഉച്ചത്തിൽ പ്രകടിപ്പിക്കുക എന്നതാണ്. കലയും സാഹിത്യവും സംഗീതവും തുടങ്ങി എല്ലാ ആവിഷ്കാര രൂപങ്ങളും തടസ്സങ്ങളില്ലാതെ ഒഴുകുന്ന ഒരു മഹാപ്രവാഹമായി കണ്ണൂരിലെ ഈ കലാമേള മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സംഘാടകരുടെ പരിധിക്കപ്പുറമുള്ളൊരു കാര്യമാണ് പത്രത്തിൽ കണ്ട വാർത്ത. ATMകളിലെല്ലാം പോയാൽ കാശെടുക്കാൻ ഇവിടെ വന്ന രക്ഷിതാക്കൾക്കും പുറത്തുനിന്ന് വന്ന അതിഥികൾക്കും മറ്റും കഴിയുന്നില്ല എന്നത്. അക്കാര്യത്തിൽ സംഘാടകർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതാണ് എന്നത് മനസ്സിലാക്കി നിങ്ങളെല്ലാവരും കരുതിയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നും പ്രതീക്ഷിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളെയും അവരെ അനുഗമിച്ചെത്തിയ എല്ലാ രക്ഷിതാക്കളെയും അധ്യാപകരെയും സർവോപരി ഈ മേളയുടെ നിറസാന്നിധ്യമായ കണ്ണൂർ ജനതയെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് ഞാനത് സമർപ്പിക്കുകയാണ്. പറഞ്ഞ മാതിരി സാറ് പറഞ്ഞ മാതിരി ജയിക്കുന്നവർ ജയിക്കട്ടെ. നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയായി, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വളർത്തിയെടുക്കാനുള്ളൊരു കുറേ നല്ല ഒരേ ഫീൽഡിലുള്ള കുറേ കുട്ടികളെ ഫ്രണ്ട്സ് കിട്ടും. നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർത്തിയെടുക്കാനും എന്താ പറയണ്ടേ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിട്ട് മുമ്പോട്ട് പോട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അന്ന് പാടിയ പാട്ടിൻ്റെ പല്ലവി പാടാം. കണ്ണന്റെ ചുംബന പൂമധു നുകർന്നവളേ രാഗിണി നീ അനുരാഗിണി മറ്റൊരു രാധയോ രുക്മിണിയോ കണ്ണന്റെ ചുംബന പൂമധു നുകർന്നവളേ രാഗിണി നീ അനുരാഗിണി മറ്റൊരു രാധയോ രുക്മിണിയോ. താങ്ക് യു. വളരെ നന്ദി ചിത്ര ചേച്ചി. അടുത്തതായി ചിത്ര ചേച്ചിക്ക് ഉപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നന്ദി സർ. അടുത്ത ഉപഹാര സമർപ്പണം സ്വാഗതഗാന രചനയ്ക്കാണ്. ഉപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി KK ശൈലജ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സ്വാഗതഗാനത്തിന്റെ രചയിതാവ് ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം. ഇനി ഉപഹാരം നൽകുന്നത് സ്വാഗതഗാന സംവിധാനത്തിനാണ്. ഉപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ E ചന്ദ്രശേഖരൻ അവർകളെ ക്ഷണിക്കുന്നു.
ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി കോട്ടയം രാജാസ് ഹൈസ്കൂൾ സംഗീതാധ്യാപകനായ AM ദിലീപ് കുമാർ അവർകളെ സ്വാഗതം ചെയ്യുന്നു. നന്ദി സർ. അടുത്തതായി രംഗാവിഷ്കാര സംവിധാനത്തിന് ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സ്വാഗതം ചെയ്യുന്നു നയൻതാര മഹാദേവൻ ആൻഡ് വിനോദ് കുമാർ. അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത് ഇൻഫർമേഷൻസ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ കൈപുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ്. കണ്ണൂർ ഗേറ്റ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്താനായി ബഹുമാനപ്പെട്ട MP ശ്രീമതി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റുവാങ്ങാനായി ബഹുമാനപ്പെട്ട കലക്ടർ മീർ മുഹമ്മദ് IASനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷമാപണത്തോടെ നേരത്തെ നൃത്താവിഷ്കാര സംവിധാനത്തിനുള്ള ഉപഹാരം ഒരാൾക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇനി ഒരാൾ കൂടെ അതിനായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകളെ ക്ഷണിക്കുകയാണ്. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ വിനോദ് കുമാർ അവർകളെയും സ്വാഗതം ചെയ്യുന്നു. അൻപത്തിയേഴാമത് കേരള സ്കൂൾ കലോത്സവത്തിന് എത്തിച്ചേർന്ന മുഖ്യമന്ത്രിക്ക് സംഘാടക സമിതിയുടെ പേരിൽ നന്ദി, ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങ് തുടരുന്നു. ആശംസാ ഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു കണ്ണൂർ ലോക്സഭ MP ശ്രീമതി ടീച്ചറെ.